ഫ്രണ്ട്സ് ചേച്ചി അവിടെ ദേവുവിന്റെ ക്ലാസ് കാണിച്ചു നമുക്ക് ക്ലാസ്സിൽ പോവാം. ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പാരൻസ് വന്നേ കാണാം. ഗായ്സ് ഇതാണ് എൻ്റെ ക്ലാസ്. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇവര് കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി, പാരന്റ്സ് മീറ്റിംഗ്. ഇന്ന് തന്നെയാണ് എനിക്ക് പാരന്റ്സ് മീറ്റിങ്ങും, 1:30-ക്കാണ് പാരന്റ്സ് മീറ്റിംഗ്. അപ്പം ഇവിടെ നിന്ന് എനിക്ക് സ്കൂൾ ബസ് ഇല്ല പോവാന്. അപ്പം അഭിമാമന്റെ കൂടെയാണ് പോണത്. ആദിമോന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട് രാവിലെ 9:30-ക്ക്. അപ്പൊ അവരെ കൂടെ ഞാൻ പോവാണ്. 9:30-ക്കാണ് എനിക്കും ക്ലാസ് തുടങ്ങുന്നത്. യമോക്ക് പാരന്റ്സ് മീറ്റിംഗ്, വോൾ സ്കൂൾ പാരന്റ്സ് മീറ്റിംഗ് ആണ് ഗൈസ്. അപ്പം ഇവര് പിന്നാലെ വരും, പുറകെ വരും. അപ്പം ഞാന് അഭിമാമന്റെ അങ്ങോട്ട് പോവാണ് അവരുടെ ഒപ്പം പോവാൻ വേണ്ടിട്ട്. അപ്പൊ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കാണാം ഫ്രണ്ട്സ്, ദേവുവിന്റെ ടീച്ചറൊക്കെ എന്തൊക്കെയാണ് പറയണത്. എങ്ങനെയുണ്ട് ദേവുവിന്റെ മാർക്ക്? കണ്ടം വഴി ഓടിക്കണം. ഫ്രണ്ട്സ്, ഇപ്പൊ എന്റെ പാരന്റ്സ് മീറ്റിംഗിൽ പോവാൻ ഞാൻ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് പോവാം. അമ്മ കുളിക്കാനുണ്ട്, അപ്പൊ അമ്മ കുളിച്ച് കഴിഞ്ഞിട്ട് പോവാം. ഫ്രണ്ട്സ്, ഞങ്ങളപ്പോൾ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. സമയം എത്രയായി? 10 മണി കഴിഞ്ഞു അല്ലേ? 12:30 വരെ ഉണ്ട്. മോളതാണ് ഞങ്ങൾക്ക് ആദ്യം ടീച്ചേഴ്സിനെ കണ്ടത്. ടീച്ചേഴ്സിന് എന്തൊക്കെയാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് അറിയണം. പിന്നെ അതേമാതിരി മാർക്ക് പറഞ്ഞ കുട്ടികളെ അവിടെ മാറ്റി നിർത്തിയിട്ട് ചുവരിലുകൊണ്ട് അടിക്കുന്നത്. പനിയും ജലദോഷവും 3 എക്സാം എഴുതിയിട്ടുള്ളൂ. പോയാലോ ഫ്രണ്ട്സ്? അപ്പൊ ഞങ്ങള് പോയേച്ചും വരാം. ഫ്രണ്ട്സ്, ചേച്ചി അവിടെ ഉണ്ട്. ക്ലാസ്സില്ലേ? ക്ലാസ് പിടിയോ? അവിടെയാണോ? ദിയമോളുടെ മീറ്റിംഗ് അവിടെയാണ് കേട്ടോ. ദേവ് ഇപ്പുറത്താണ് നിൽക്കണത്. ഓക്കെ. ചേച്ചിക്ക് ക്ലാസ് തുടങ്ങി പോവുകയാണ്. അവിടെയാണ് മീറ്റിംഗ്. ദിയമോളെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ അത്. പക്ഷെ വേറെ ക്ലാസ് അല്ലേ? എത്ര? 6-ലാണ്. ഇന്ന് ക്ലാസ് ഉണ്ടോ? പാരന്റ്സ് മീറ്റിങ്ങിന് വന്നതാ? ദിയമോളെ ക്ലാസ് ഏതാ? പോവാ. ആര്? ദേവുവിന്റെ ക്ലാസ് കാണിച്ചു. നമുക്ക് ക്ലാസ്സിൽ പോവാം. ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പാരന്റ്സ് വന്നേ കാണാം. ഗായ്സ് ഇതാണ് എൻ്റെ ക്ലാസ്. മനസ്സിലാവില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ടീച്ചേഴ്സിനെല്ലാം കണ്ടു. എല്ലാം കണ്ടില്ല, 1-2 പേരെ കണ്ടില്ല അല്ലേ? ഒരാളെ കണ്ടില്ല. അപ്പം കണ്ടിറങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് പോവാണ്. പക്ഷെ ദേവുവിന് ക്ലാസ് 1 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. ട്യൂഷനല്ല, സ്പെഷ്യൽ ക്ലാസ്. അപ്പം അവിടെ ഞങ്ങൾ കൂട്ടി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഓൾറെഡി 12 കാലമായിട്ടുള്ളൂ. 3 മണിക്കൂർ കൂടി ഉണ്ട്. അതിനിടയിൽ ദിയമോക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. ദിയമോളെ കുറിച്ച് ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണ്. പിന്നെ ദിയമോൾ എക്സാം എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ളൂ.
എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. പാവയ്ക്ക് വെള്ളം കുടിക്കാഞ്ഞിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഒരു എടുത്ത വാട്ടർ ബോട്ടിലുണ്ട്, ഇത് നിറച്ചു പോരും. നിർത്തിയിട്ട് കേട്ടോ. ബാഗ് എവിടെ? ഞാൻ ഫസ്റ്റ് തിയമ്മ ക്ലാസ്സിന് അങ്ങോട്ട് പോയി, ഞങ്ങൾ ഇറങ്ങിയാണ് വന്നത്, ബാഗ് എടുത്തിട്ടില്ല. എന്നാ പോയി എടുത്തിട്ട് വാ. ഫ്രണ്ട്സ് ക്ലാസ് കഴിഞ്ഞു, ഞങ്ങൾ പോവാണ്. പപ്പ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പാരൻസ് മീറ്റിംഗ് ഉണ്ട്, 1:30ക്കാണ് തുടങ്ങണത്. ഇപ്പോൾ 1 മണിയായിട്ടുള്ളൂ. പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടിട്ട് പോരാൻ പോയില്ലേ? അഭിമാമനും മാമിയൊക്കെ ഉണ്ടായിരുന്നു, അവര് പോയി. ഞങ്ങൾ ദേവുനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. ക്ലാസ്സും കഴിഞ്ഞു. ഫ്രണ്ട്സ് അപ്പം പപ്പ കാർ എടുത്ത് വരുന്നുണ്ട്, നമുക്ക് പോവാം ഗൈസ്. ലഞ്ച് ബ്രേക്കാണിത്. അപ്പോൾ ഉപ്പിട്ടു കേട്ടോ, വേഗം ഉപ്പിട്ട് പോകുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ദേവുവിൻ്റെ ക്ലാസ് ടീച്ചറെയും അങ്ങനെ 1-2 ആൾക്കാരെ കണ്ട് പ്രോഗ്രസ് കാർഡൊക്കെ ഒപ്പിട്ട് 1-2 ആൾക്കാരെ കണ്ടു. 1-2 ആൾക്കാരെ കണ്ടു. രതീഷ് സാറിനെ കണ്ടു. പിന്നെ നിങ്ങളെ കോർഡിനേറ്റർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇംഗ്ലീഷ് സന്ദീപ് സാർ. സന്ദീപ് സാറെ കണ്ടു. വേറെ എവിടെ കണ്ടില്ല. അപ്പോൾ കണ്ടു ഞാൻ പറഞ്ഞു, അങ്ങനെ ചെറിയ ഷൂട്ട് പരിപാടികളുണ്ടെന്ന് പറഞ്ഞു, ഒപ്പിട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് പിന്നെ മാത്രമല്ല, നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ വെബ് സീരീസിന്റെ ഷൂട്ടുണ്ട്. അപ്പം അത് പകൽ സീനാണ്. അപ്പം ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കൽ നടക്കില്ല. നാളെ ദൈവനെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, അപ്പം അതിന് പോകും. പിന്നെ സ്കൂൾ പിന്നെ അതിൻ്റെ ഇടയിൽ പകൽ സീൻ എടുക്കാൻ പറ്റില്ല, അപ്പോൾ അത് ഇന്ന് തന്നെ എടുക്കണം. അങ്ങനെ സന്ദീപ് സാറ് പറഞ്ഞു കുഴപ്പമില്ല, ഇംഗ്ലീഷൊക്കെ ആണ് കുറച്ചുകൂടെ ആക്റ്റീവാണ് ഇപ്പോൾ തോന്നുന്നു. ക്ലാസ് ടോപ്പർ ഇംഗ്ലീഷിന് മേഖലയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ആ 30 മാർക്ക് എന്തോ ഇല്ലേന്ന് പറഞ്ഞു. 30 മാർക്ക് എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, 29 30 അമ്മേനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. അങ്ങനെ പറഞ്ഞു. പിന്നെ ക്ലാസ് ടീച്ചറും പറഞ്ഞു കുഴപ്പമില്ല, ആക്റ്റീവാണ്. പിന്നെ കുറച്ചുകൂടെ മാർക്ക് റെഡിയായി എടുക്കാനുണ്ടോ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വീട്ടിൽ ഞങ്ങൾ പക്കയാണ്, കാരണം പഠിത്ത കാര്യങ്ങൾ അത് ഞങ്ങളിവിടെ സ്കൂളിലൊന്നും ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, ഞങ്ങൾ സ്കൂൾ വിട്ട് എൻ്റെ സ്കൂൾ വിട്ട് പാരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നു ഗൈസ്. വീട്ടില് നല്ല വിശപ്പുണ്ട്. ഫ്രണ്ട്സ്, ചോറുണ്ണാൻ പോവാണ്. സാമ്പാർ, ബീഫ് കറി ആൻഡ് അവിയൽ. ഇത്രയും കറികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുറത്തുനിന്ന് ഈ സമയം ആയതുകൊണ്ടാണ് ടൈം പറഞ്ഞത്. 2 മണി 1:15 ഫ്രണ്ട്സ്, അപ്പോൾ ഷൂട്ട് തുടങ്ങാനായി. ഞങ്ങളിത് റെഡി ആയി നിൽക്കുകയാണ് ഷൂട്ടിന്. പകൽ സീനുണ്ട്, രാത്രി സീനുണ്ട്. അപ്പോൾ ഞങ്ങൾ പകൽ സീൻ എടുക്കുകയാണ്. അഭിമാമനെ നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഡാൻസ് കളിക്കും, നന്നായിട്ട് അഭിനയിക്കും, എല്ലാ കഴിവുകളും ഉണ്ട് നമ്മള് റീലിലൊക്കെ ഇനിയും അഭിമാമനം ഉണ്ടാവും ഡാൻസിലൊക്കെ. രണ്ടുപേരും കളിക്കുന്ന ഡാൻസിലും എല്ലാ ഡാൻസിലും അഭിമാമനെ നിങ്ങൾ പ്രതീക്ഷിക്കാം. അതെ അതെ, അത് സത്യം. ഞങ്ങളെ വടക്കേക്കളം കുടുംബം മൊത്തം ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്. ഡാൻസ് അല്ല, കലാകാരന്മാരാണ് ഞങ്ങള് വടക്കേക്കളത്തിലുള്ളവർ മൊത്തം. ഡാൻസ് കളിക്കും, അഭിനയിക്കും. അഭിമാമൻ ഡാൻസ് കളിക്കും, അച്ഛൻ അഭിനയിക്കും, പാട്ട് പാടും, ഡാൻസും കളിക്കും. അതെ, അമ്മമ്മ മാത്രമേ ഉള്ളൂ. അമ്മമ്മ വേറെ. മാമി പാട്ട് പാടും, ഡാൻസ് കളിക്കും. ആദിമോനും ഡാൻസ് കളിക്കും. കല്യാണം കഴിഞ്ഞിടയ്ക്കൊക്കെ കളിക്കും. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പം ഷൂട്ടിലെ പകൽ സീന് കഴിഞ്ഞു. ഞാൻ എപ്പോൾ എന്ത് പറയാൻ വരികയാണെങ്കിൽ ഇവിടെയാണല്ലേ വന്നിരിക്കുക. എന്താ, ബ്രെയിൻ ഓൾറെഡി ഇതിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ നേരത്ത് ഇവിടെ വന്നിരിക്കണം എന്നുള്ളത്. എൻ്റെ തടിയൊക്കെ കുറഞ്ഞു, ചോരയിലും കണ്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞാനും അമ്മയും കൂടെ വള വാങ്ങാൻ വേണ്ടി പോവാണ്.
കുപ്പിവള വാങ്ങാൻ വേണ്ടിയിട്ട് നാളത്തേക്കിനുള്ളത്. ഞാനമ്മ മാത്രമേ പോകും. ത്രെഡും ചെയ്യണം അല്ലേ? കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്തത് വാങ്ങാൻ കവളേക്ക് പോണം. ആണോ? ഇതാ വീടിന്റെ മുൻവശമാണ് കേട്ടോ. ഫുള്ള് കാടാണ്. ഈ വീടിന്റെ പേരെന്തേന്നു? പുത്തൻ വീട്. പുത്തൻ വീട് ഇപ്പൊ പഴയ വീടായി. അവരുടെ മുൻവശല്ലേ? അതിന്റെ മുന്നേ ആണെങ്കിൽ അവിടെ പുകഞ്ഞോ. ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പില്ലേ, കുറെ സ്റ്റെപ്പുകളുള്ള സ്ഥലം അതാണ്. ഫ്രണ്ട്സ്, ഞാനും അപ്പും രഞ്ജിനി ചേച്ചിയും അല്ലിക്കുട്ടിയൊക്കെ ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷെ ഇവിടെ കാടാണ്. പക്ഷെ അവർ അവിടെ വീട്ടിൽ പട്ടിയുണ്ട്. അപ്പോൾ അവർ പട്ടിയുള്ള കാരണം ഗേറ്റ് തുറന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് കൂടെ വന്ന് നോക്കിയായിരുന്നു കേട്ടോ. അല്ലിക്കുട്ടി ഫോണിൽ മയിലിൻ്റെ സൗണ്ട് വെച്ചിട്ട് വന്നോട്ടെ ക്ലാസ് കയറ്റിയാൽ മതി പറഞ്ഞു. ഫ്രണ്ട്സ്, ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മയിലിനെ കണ്ടു. അപ്പോൾ മയിലിൻ്റെ സൗണ്ട് ഇട്ടിട്ട് പിന്നെ മയിലിനെ ആകർഷിക്കുക കേട്ടോ. അതാ മയിൽ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സൗണ്ട് കേട്ടിട്ട് ഫോണിലുള്ള മയിലിൻ്റെ സൗണ്ട്. ആ മയില് പറന്ന് വന്ന് കണ്ണി കുത്തുവാവല്ലേ. വീടിന്റെ മേലെ പെൺമയിലാണ് അവിടെ. അങ്ങനെ അല്ലിക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അല്ലിക്കുട്ടിക്ക് മയിലിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് കൺഫ്യൂഷനായി എവിടുന്നാണ് ഈ സൗണ്ട് കേൾക്കണേന്ന്. ഫ്രണ്ട്സ്, ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കിനും ദേവു ട്യൂഷന് പോയിട്ടോ. ദിയമോള് ഞാൻ പോയപ്പോൾ ടി വി കാണാൻ തുടങ്ങിയതാണ്. ഞാൻ വന്നപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അവളോട് കുറച്ച് നേരം പോയി ഇന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവൾ പഠിക്കാൻ പോയേക്കാണ്. ഏതാ പഠിക്കണേ? മലയാളോ? നമുക്ക് ബുക്ക് തുറക്കുമ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ. ഉറക്ക ക്ഷീണമാണ്. ഇത്രയും നേരം ഫോൺ നോക്കിയിട്ടോ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ചേച്ചീനെ കൊണ്ടുവരാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഡ്രസ്സ് തയ്പ്പിച്ചിട്ടുണ്ട് നാളത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി. അപ്പം അത് വാങ്ങിക്കാൻ പോവുകയാണ് ചേച്ചീനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട്. ദിയമാമേ, അങ്ങനെ ദിയമാമയുടെ ഡ്രസ്സ് കിട്ടി, തയ്ച്ച് കിട്ടി. ദേവുവിനെ ട്യൂഷന് എടുത്തു. എന്ത് വാങ്ങിയെന്ന്? വള വാങ്ങിയിട്ടില്ല. ഇനി വള വാങ്ങിക്കാൻ പോകണം. ഇട്ട് ഈ മഞ്ഞയുടെ അളവാണോ നോക്കിക്കേ. ഫ്രണ്ട്സ്, എനിക്കിതാണ് അല്ല ഇതല്ല. നമ്മൾ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നു. സോ നമ്മൾ ഇനി പോവാണ് വീട്ടിലേക്ക്. ഗൈസ്, ദിസ് സോങ് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ സമ്മൺ. കടലമ്മ കണ്ടതല്ലേ കെട്ടത്, കണ്ണീരല്ല പവറല്ലേ കണ്ടത്, കരയല്ല കടലിനെ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ, കടലമ്മ കണ്ടതല്ലേ കെട്ടത്, കണ്ണീരല്ല പവറല്ലേ കെട്ടത്. എന്താ വരി ആർക്കും അറിയില്ല, ആ കടല മാത്രം അറിയാം. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ചോറുണ്ടാണ് കേട്ടോ.
ചേച്ചി ഞാനും ചോറുണ്ടാണ്. അപ്പൊ ഞങ്ങൾ ചോറുണ്ട് കാണാം. ഫ്രണ്ട്സ് ചേച്ചിയോടെ കേക്ക് നിൽക്കുകയാണ്. അഭിമാമന്റെ മാമീന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഗൈസ് ഇന്ന്. രാവിലെ ഞാന് പഠിച്ചോണ്ടിരിക്കുമ്പം ഞാൻ ഇങ്ങനെ കമന്ന് നടന്നാ പഠിക്കുക, ഇങ്ങനെ നടന്നാണ് പഠിക്കുക. എന്നിട്ട് ഞാന് അറിയാതെ ഇങ്ങനെ ഉറങ്ങിപ്പോയി. പപ്പ അവിടെ വന്നപ്പോ പപ്പ ഇങ്ങനെ മുട്ട എന്താ ചെയ്തു. അപ്പൊ ഞാൻ ഇപ്പൊ കണ്ണോ ഉറങ്ങിപ്പോയത്, അറിയാതെ ഉറങ്ങിപ്പോയതാണ്. അപ്പൊ തന്നെ ഉറങ്ങിപ്പോയതേ, അപ്പൊ ഉറങ്ങിയിട്ടുണ്ടേന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ കിടന്നപ്പോ നല്ല സുഖം. അപ്പൊ ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയതാ. പിന്നെ ഞാൻ പിറ്റേ ദിവസം മുതൽ കസേരയിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയ ഫ്രണ്ട്സ്. അപ്പം ഞാനും പപ്പയും കൂടെ അത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. പിന്നെ ഇപ്പൊ വീഡിയോ ആയിട്ട് വീണ്ടും വിചാരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.